ഹായ് ഓൾ, വെൽക്കം ടു അഞ്ജു സ്വീറ്റ് ഹോം. ഇന്ന് നമ്മളിവിടെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഷെയ്ക്ക് റെസിപ്പിയാണ് നോക്കുന്നത്. ഡ്രൈ ഫ്രൂട്ട് ഷെയ്ക്ക്. ഇത് ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് പറ്റിയൊരു ഷെയ്ക്കാണ്. കാരണം ഇതിൽ നമ്മൾ പഞ്ചസാരയോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അതിനായിട്ട് ആദ്യം കുറച്ച് സാധനങ്ങൾ നമുക്ക് കുതിർത്ത് വെക്കണം. അതിനായിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇന്നിവിടെ 2 പേരുടെ അളവാണ് കാണിക്കുന്നത്. ഒരാളുടെ അളവ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. പിസ്ത ഞാനിവിടെ 20 എണ്ണമാണ് ഇടുന്നത്. 10 എണ്ണമാണ് ഒരാൾക്ക്, 2 പേർക്കായിട്ട് 20 എണ്ണം. കാഷ്യൂനട്ട് 8 എണ്ണം. ഫിഗ് അഥവാ അത്തിപ്പഴം 4 എണ്ണം. റൈസിൻസ് അഥവാ ഉണക്കമുന്തിരിങ്ങ 30 എണ്ണം. ആൽമണ്ട് 16 എണ്ണമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഒരാൾക്ക് 8 എണ്ണമാണ്. ഇതുകൂടാതെ വാൾനട്ട് 6 എണ്ണമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുകൂടാതെ നമുക്ക് ഈന്തപ്പഴം അഥവാ ഡേറ്റ്സ് കൂടെ വേണം. അതൊരു 6 എണ്ണം വേണ്ടി വരും. ഒരാൾക്ക് 3 എണ്ണം. ഇനി അത് കുതിർക്കണം. കുതിർക്കാനായിട്ട് ഞാനിവിടെ പാലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ഒഴിച്ചും കുതിർക്കാം. പാല് ഞാൻ യൂസ് ചെയ്യാൻ കാരണം വെള്ളം ഒഴിച്ചപ്പോൾ എനിക്ക് ആ ഫ്ലേവർ ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് പാല് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് നമ്മൾ കുതിർത്ത് വെക്കാനായിട്ട് ഫ്രിഡ്ജിൽ വേണം അടച്ച് സൂക്ഷിക്കാൻ. നിങ്ങൾ പച്ചവെള്ളം തിളപ്പിച്ചാറിയ വെള്ളമാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെക്കേണ്ട, വെളിയിൽ തന്നെ അടച്ച് വെച്ചിരുന്നാൽ മതിയാവും. ഇതിപ്പോൾ രാത്രിത്തെ ഡിന്നറിന് പ്രിപ്പയർ ചെയ്യാനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ ഇത് ചെയ്യുന്നുണ്ട്. അപ്പം വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു സമയം 7 മണിയായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പാല് ഞാൻ രാവിലെ ഇത് കുതിർത്ത് വെക്കുന്ന സമയത്ത് ഫ്രീസറിൽ വെച്ചിരുന്ന പാക്കറ്റ് പാലിനെ എടുത്ത് ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ 7 മണിക്ക് എടുത്തപ്പോഴത്തേക്ക് അത് നമ്മൾ 2 തട്ട് തട്ടുമ്പോൾ തന്നെ ഇതുപോലെ പീസസ് ആയിട്ട് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇനി ആദ്യം നമുക്ക് മിക്സിയുടെ ഒരു വലിയ ജാർ എടുക്കാം. അതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ പാലോടുകൂടി ചേർത്ത് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സിയിൽ 1-2 പ്രാവശ്യം പൾസ് ചെയ്ത് എടുക്കണം. ഒരുപാട് അരയ്ക്കണമെന്നില്ല. ഇതിൻ്റെ കൂടെ നമ്മൾ ഡേറ്റ്സ് ഇട്ടില്ലായിരുന്നല്ലോ, അപ്പോൾ ഒരു 6 ഡേറ്റ്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ. എന്നിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്തിട്ടുണ്ട്. ഒരു 2 പ്രാവശ്യം പൾസ് ചെയ്തിട്ടേ ഉള്ളൂ, നന്നായിട്ട് അരച്ചിട്ടില്ല. മതിയാവും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പാല് ചേർത്ത് കൊടുക്കാം. പാല് കട്ടയായിട്ട് ഞാൻ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പെട്ടെന്ന് പൊട്ടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ പാല് കിട്ടും. രാവിലെ എടുത്ത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരാം. ഒരു 3-4 പ്രാവശ്യം പൾസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതും അരഞ്ഞ് കിട്ടും. അപ്പോൾ ഇവിടെ ഞാൻ മിക്സിയിൽ മിൽക്ക് ഷേക്ക്, നമ്മുടെ ഷേക്ക് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. എല്ലാവർക്കും ടേസ്റ്റ് ഇഷ്ടപ്പെടും. പഞ്ചസാര ഇട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്